ഗതാഗതക്കുരുക്ക് മാത്രമല്ല, ചെളിക്കുണ്ടിലൂടെയുള്ള സാഹസിക യാത്രയും അരൂർ തുറവൂർ ദേശീയപാതയിലെ വെല്ലുവിളിയാണ്. ബദൽ മാർഗമൊരുക്കിയുള്ള നിർമ്മാണമില്ലാത്തതിൽ ഹൈക്കോടതിയുടെ നിശിത വിമർശനമുണ്ടായെങ്കിലും യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമില്ല. എല്ലായിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അധികൃതർ ബദൽ മാർഗങ്ങൾ ഒരുക്കാറുണ്ട്. എന്നാൽ അരൂർ തുറവൂർ ദേശീയപാതയിൽ മാത്രം അതില്ല. ദേശീയപാത അതോറിറ്റി ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടതെന്ന ഹൈക്കോടതിയുടെ നിശിതമായ വിമർശനത്തിന് പിന്നാലെ യാത്രക്കാരുടെ ദുരിതം തുടരുകയാണ്. ബസ്സിൽ കൂടെ കയറുമ്പോഴൊക്കെ ഞങ്ങൾ ഈ ചെളി ചവിട്ടിയ ബസ്സിൽ കയറേണ്ടത്. പിന്നെ ഫുള്ള് ബ്ലോക്കും. ഞങ്ങളിവിടെ ക്ലാസ്സിൽ എത്താൻ തന്നെ താമസിച്ചാണ്. സമയത്ത് എത്താൻ പറ്റണില്ല. നേരത്തെ ഇറങ്ങിയാലും എത്താൻ പറ്റണില്ല. 4:15 സ്കൂള് വിടുവാണെങ്കിൽ വീട്ടിൽ എത്തണത് 7:15 ഒന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാനുള്ള സമയം കിട്ടത്തില്ല. പഠിക്കാനുണ്ട്, +1 പഠിക്കുന്നത്. നേരത്തെ ആകാശപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അരൂർ ക്ഷേത്ര പരിസരത്തു നിന്നുമാണ് വാഹനങ്ങൾ വടുതല വഴി ചേർത്തലയിലേക്ക് വഴിതിരിച്ചു വിട്ടിരുന്നത്. ഇത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിന് കാരണമായി മാറിയിരുന്നു. ഇതിന് പരിഹാരമെന്നോണമാണ് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി എത്തുന്നതിന് തൊട്ടു മുൻപ് ദേശീയപാത തുറന്നു കൊടുത്തത്. എന്നാൽ അതും പാളിയ അവസ്ഥയിലാണ്. ഞങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവണം. ഇത് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളില്ലാതെ ഈ ഉയരപ്പാത നിർമ്മിച്ച് ജനങ്ങൾക്ക് എല്ലാവിധ ശല്യവുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 13 കിലോമീറ്ററിൽ ഫയൽ ചെയ്തെടുക്കുന്ന ഈ ചെളി ഉണ്ടല്ല, അത് ശരിക്കൊരു ഫയൽ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇത് കൊണ്ടുപോയി എവിടെയും നിക്ഷേപിക്കേണ്ടതാണ്. അവർ ഇതിന്റെ അകത്ത് മല പോലെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ മഴ വരുമ്പോഴൊക്കെ ഈ ചെളിയും ഈ കെമിക്കലും എല്ലാം കൂടെ റോഡിലേക്ക് ഒഴുകി വരികയാണ്. 2 വീലറുകാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഒരുപാട് പേര് സ്ലിപ്പ് ചെയ്ത് വീഴുന്നുണ്ട്. നിർമ്മാണം നടക്കുന്ന ഈ സ്ഥലം നരകമായി മാറിയെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ആ നരകത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നും ഇവിടെ എത്തുന്നവരുടെ യാത്ര. അഷ്റഫ് മുഹമ്മദിനൊപ്പം SS ശരൺ, മീഡിയ 1.